പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഏകദേശം 4 ദിവസങ്ങൾക്ക് മുൻപാണ് കേരള വേണ്ടി എഡിറ്ററായ ആശിഷ് നേഗി ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. ആ അപ്ഡേറ്റിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒരു വിദേശ താരമായ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ സ്വന്തമാക്കുമെന്നായിരുന്നു അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു നിരാശകരമായ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 19 സ്റ്റോപ്പേജ് ആണ് ഇപ്പോൾ ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും 19 സ്റ്റോപ്പേജ് വ്യക്തമാക്കുന്ന പ്രകാരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ക്രൊയേഷ്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഡീഗോ സിവൂലിച്ച് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമം ഇപ്പോൾ പാഴായി പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ ഡീൽ നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇപ്പോൾ നല്ല ചർച്ചയിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ച കരാർ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ 19 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിരസിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു സൗത്ത് അറേബ്യൻ ക്ലബിലേക്ക് ചേക്കേറിയെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് സൗദി അറേബ്യയിലെ ഒരു ക്ലബ്ബുമായി അദ്ദേഹം ഇപ്പോൾ ധാരണയിലായിട്ടുണ്ടെന്നും 19 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിരസിച്ചുകൊണ്ടാണ് അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബിലേക്ക് പോയതെന്നും 19 സ്റ്റോപ്പേജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം അങ്ങനെ പാഴായി പോയിരിക്കുകയാണ്. ഇനി ആരെയായിരിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ആ വിദേശ താരമായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും അവസാനമായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിച്ച വിദേശ താരം അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരമായ ഇവാൻ കലൂഷ്നി ആയിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിച്ചിരുന്ന വിദേശ താരം ഉണ്ടായിരുന്നില്ല. ഈ സീസണിലേക്ക് എത്തിയപ്പോൾ നമുക്കവിടെ അലക്സാണ്ടർ കൊയഫിനെ നമ്മൾ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു കളിപ്പിച്ചത്. എന്നാൽ കൊയഫിന് മികച്ച പ്രകടനങ്ങളൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കൊയഫിനെ പുറത്താക്കിക്കൊണ്ട് പുതിയൊരു താരത്തെ അവിടെ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് നീക്കം നടത്തിയത്. എന്നാൽ ഇപ്പോൾ ആ നീക്കം പാളിപ്പോവുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാനായി ഏകദേശം 20 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉടൻ ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. കൂടാതെ കൊയഫിനെ നിലനിർത്തേണ്ടതായിട്ടും വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയ ശ്രമം അത് പാഴായി പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ 19 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്.